HURLൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഹിന്ദുസ്ഥാൻ ഉർവർക്ക് ആൻഡ് രസായൻ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇത് ആരുടെയൊക്കെ ഇത് ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്, അതായത് ആരുടെയൊക്കെ സംയുക്ത സംരംഭമാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കാണാം. IOCL അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും അതുപോലെ NTPC ലിമിറ്റഡിൻ്റെയും അതുപോലെ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെയും അതുപോലെ ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെയും ഒക്കെ എന്താണ് ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ പറഞ്ഞിരിക്കുന്നത് HURL എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറിയും അക്കമഡേഷനും മറ്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഫെസിലിറ്റി, ഇൻഷുറൻസ്, അതുപോലെ തന്നെ പെൻഷൻ, ന്യൂ പെൻഷൻ സ്കീം കാര്യങ്ങളൊക്കെ ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം അലവൻസ് നമുക്ക് സാലറിക്ക് പുറമെ അത്യാവശ്യം അലവൻസ് നമുക്ക് ഇയർലി നമുക്ക് അതിൻ്റെ CTC പറയുന്നത് ഏകദേശം 13.5 ലക്ഷത്തിൻ്റെ മുകളിലാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് 80,000 മുകളിലൊക്കെ എന്താണ് സാലറി ഇനീഷ്യലി വാങ്ങാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യുക. ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിപ്ലോമ, ഒരു BA or BTech അല്ലെങ്കിൽ BSc ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കാണുക, അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ കാണാം. അപ്പോൾ RRBയുടെ ടെക്നീഷ്യൻ റീഓപ്പൺ ആയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ HALൻ്റെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ DRDOയുടെ വന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് കൊങ്കൺ റെയിൽവേൻ്റെ വന്നിട്ടുണ്ട്, AVNLൻ്റെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വിവിധ എയർപോർട്ടിൻ്റെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വിവിധ എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ള വേക്കൻസികളും ഒക്കെ ആയിട്ട് ഇതിൽ വിളിച്ചിട്ടുണ്ട്. NTPCൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രാജുവേറ്റ് അതുപോലെ +2 ലെവൽ രണ്ടിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യലായ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും 25/9/2024. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, സെലക്ഷൻ പ്രോസസ്സ്, അതിൻ്റെ ആ ഒരു സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും HURL എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഈ പറയുന്ന നമ്മുടെ IOCL, അതുപോലെ NTPC, അതുപോലെ നിങ്ങൾക്ക് CIL, അതുപോലെ തന്നെ FCIL, അതുപോലെ നിങ്ങൾക്ക് HFCL, ഇതിൻ്റെ ഒരു സംയുക്ത സംരംഭമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ടേബിൾ നമുക്ക് നോക്കാം. ഇതിൽ 2 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്നും രണ്ടാമത്തത് ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ട്രെയിനി എന്ന് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട അത് ടെമ്പററി പോസ്റ്റ് ആണെന്ന്. ഇതൊരിക്കലും ടെമ്പററി പോസ്റ്റ് അല്ല, അത് പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മൾ പെർമനൻ്റ് ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ വേക്കൻസി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിലും കൂടെ കാണാം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി. ഇതിൽ നമുക്ക് കെമിക്കൽ വിളിച്ചിട്ടുണ്ട്, വിവിധ ഡിസിപ്ലിൻ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. കെമിക്കലിൽ 40 വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BA or BTech ആണ്. ഫുൾ ടൈം ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, BA or BTech. അപ്പോൾ ഏതൊക്കെ ഡിസിപ്ലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ, അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിൽ, അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് ടെക്നോളജി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനെ നിങ്ങൾക്ക് BA or BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, 15 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫുൾ ടൈം ഗ്രാജുവേഷൻ തന്നെയാണ് പറയുന്നത്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് പറയുന്നത്. ഈ ഏതൊക്കെ ഡിസിപ്ലിൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ. ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾക്ക് BA or BTech തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. ഇതിനടുത്ത് മൂന്നാമത്തെ ഡിസിപ്ലിൻ ഇലക്ട്രിക്കലാണ്. 6 വേക്കൻസിയാണ് ഇതിലുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കലോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ ടെക്നോളജിയിലോ നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ നമുക്ക് 6 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മെക്കാനിക്കലിൽ 6 വേക്കൻസിയിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമുള്ളവർക്ക്, ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. രണ്ടാമത്തെ കാറ്റഗറി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിക്കലാണ് ഡിസിപ്ലിൻ വരുന്നത്. 130 വേക്കൻസി ഇതിലുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിലോ, അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലോ, അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് ടെക്നോളജിയിലോ, ഈ പറഞ്ഞിരിക്കുന്ന ടെക്നോളജിയിൽ ഈ എഞ്ചിനീയറിംഗ് ടെക്നോളജി നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 3 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BSc PCM ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്, ഈ 3 സബ്ജക്റ്റ് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. PCM ആയിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്, ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ മാത്സ് പഠിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റേഷനാണ് 15 വേക്കൻസി അതിലുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനിൽ ഡിപ്ലോമ എന്നാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസിപ്ലിൻ ഇൻസ്ട്രുമെൻറ്റേഷനിലോ അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ആൻഡ് കൺട്രോളിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഈ പറഞ്ഞ ഏതെങ്കിലും മുതൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയുമാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേക്കൻസീസും വന്നിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ബി ഓർ ബി ടെക്കിൽ മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. 60% മാർക്കിന് താഴെയാണെങ്കിൽ നിങ്ങൾ എന്തല്ല അതിലേക്ക് എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഡിപ്ലോമ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് 50% മാർക്ക് ഡിപ്ലോമയിൽ ഉണ്ടായിരിക്കണം. ടോട്ടൽ പെർസെൻറ്റേജ് ആണ് പറയുന്നത്. മിനിമം 50% മാർക്ക് വേണം. 50% മാർക്ക് ഇല്ലെങ്കിൽ അത് അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ പീരീഡ് ഓഫ് എൻഗേജ്മെൻറ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എഞ്ചിനീയർ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഫീസർ ലെവൽ E1 എന്ന് പറയുന്ന സ്കെയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ കാര്യങ്ങളൊക്കെ പറയാം, പെർമനൻ്റ് ആക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സക്സസ്ഫുള്ളി നമ്മൾ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു കണ്ടീഷനാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയുന്ന DET എന്ന് പറയുന്നത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ സെലക്ട് ആയി നിങ്ങൾക്ക് 1 വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഗ്രേഡ് 1ലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ടിൻ്റെയും അതിൻ്റെ സ്റ്റൈപ്പൻറ്റും പേ സ്കെയിലും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാരണം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്നത് ബി ഓർ ബി ടെക് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് സമയത്ത് 1 വർഷം ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് സമയത്ത് തന്നെ 40,000 രൂപ അവർക്ക് എന്താണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് അവർക്ക് ലഭിക്കും. പ്ലസ് നിങ്ങൾക്ക് ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടും. ഇനി ഹൗസ് റെൻ്റ് ഈ അക്കോമഡേഷൻ കിട്ടുകയാണെങ്കിൽ HRA കിട്ടില്ല, ഏതെങ്കിലും ഒന്നുണ്ടാവും, ഒന്നെങ്കിൽ അക്കോമഡേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഹൗസ് റെൻ്റ് അലവൻസ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന പെർമനൻ്റ് ആക്കി കഴിഞ്ഞാൽ 40,000 മുതൽ 1,40,000 എന്നുള്ള സ്കെയിലിലേക്കാണ് ഉണ്ടാകുക. പ്ലസ് ഒട്ടനവധി ബെനിഫിറ്റ്സ് ഉണ്ടാകും. ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അതിൻ്റെ CTC ഇവിടെ പറയുന്നുണ്ട് 13.92 ലാക്കാണ് ഇവിടെ പറയുന്നത് അപ്രോക്സിമേറ്റ്. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 23,000 പ്ലസ് HRA അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അത് പെർമനൻ്റ് ആക്കി 23 മുതൽ നിങ്ങൾക്ക് 76,200 വരെ ആയിരിക്കും. പ്ലസ് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. PFും അതുപോലെ മെഡിക്ലെയിം ഇൻഷുറൻസ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. അതുകൂടാതെ നിങ്ങൾ ഇതിൽ കംപ്ലീറ്റ് പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റും. DA അതുപോലെ HRA, കമ്പനി അക്കോമഡേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി ലീവ്, മെഡിക്കൽ ഫെസിലിറ്റി, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പെർഫോമൻസ് റിലേറ്റഡ് പേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കോൺട്രിബ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, പെൻഷൻ സ്കീമിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പെർമനൻ്റ് ആക്കിയാൽ എക്സ്ട്രാ നമ്മുടെ ആ പേ സ്കെയിലിന് പുറമേ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങളെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ളവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വിവിധ യൂണിറ്റ് ഓഫീസ് ഇവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ് പറയുന്നത്. ഏജ് ലിമിറ്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 30/9/2024 അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 30/9/2024 നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ വേണം, ഏജ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും. അപ്പം ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ മിനിമം ഏജ് 18 മാക്സിമം 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനി ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 18 മാക്സിമം 27 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏജ് കണക്കാക്കുന്ന തീയതി എന്ന് പറയുന്നതാണ് 30/9/2024. അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈസി ടൂൾസ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് എത്രയാണ് നിങ്ങളുടെ ഏജ്, മന്ത് ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ SMS മുഖേനയും നിങ്ങൾ കൊടുത്ത ഇമെയിൽ ID മുഖേനയൊക്കെയാണ് നിങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ എക്സാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 3 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ 4 മാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കരുത്. നിങ്ങൾ ഉടനെ തന്നെ എക്സാം ഉണ്ടാകുന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് മെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം അപ്ലൈ ചെയ്തവരാണെങ്കിൽ. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകുക നമുക്ക് ഒന്നെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ ലക്നൗ, നിൽക്കൂടെ കാണാൻ പാറ്റ്ന, റഞ്ചി ഇവിടെയൊക്കെയാണ് ഉണ്ടായിരിക്കുക. അത് മേ ബി എന്താണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, കൂടുതൽ അപേക്ഷകൾ വരുന്നതിനനുസരിച്ച് ആ പ്ലേസിനൊക്കെ അനുസരിച്ച് അത് ആൾട്ടർ ചെയ്യും അല്ലെങ്കിൽ അതിലൊക്കെ ചേഞ്ചസ് വരുത്തും. അതായത് സെൻറ്റർ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. വേറെ സംഭവമൊന്നുമില്ല, ജസ്റ്റ് എക്സാം
എക്സാം, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഡിസിപ്ലിൻ അതുമായി ബന്ധപ്പെട്ട് 100 ക്വസ്റ്റ്യൻ വീതം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ BSc PCM ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ള കോമ്പിനേഷനിൽ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സബ്ജക്റ്റിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ 100 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ബാക്കി വരുന്ന 50 ക്വസ്റ്റ്യൻ എന്താണ് ഈ പറയുന്ന നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ജനറൽ നോളജ്, അവയർനെസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ജനറൽ അവയർനെസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും 50 ക്വസ്റ്റ്യൻ ഉണ്ട്. ബാക്കി 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 പോസ്റ്റിലേക്കാണെങ്കിലും എന്താണ് അതത് ഡിസിപ്ലിനുമായി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന മുൻപ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് നല്ല വൃത്തിയിൽ സ്കാൻ ചെയ്ത് ക്ലിയർ ആക്കി നമ്മൾ എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 750 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. ഈ പറയുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 750 രൂപയും ബാക്കിയുള്ള ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 500 രൂപയും എന്ത് ചെയ്യണം, നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഈ റെസിപ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കണം. അത് പിന്നീട് നമുക്ക് ആവശ്യം വരും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് നമ്മളിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറയുന്ന ഡേറ്റ്. വന്നാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30/9/2024 വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആകുന്നത് നാളെയാണ്, 1/10/2024. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈറ്റിലേക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്ലൈ നൗൻ്റെ അവിടെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാൻ ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 21/10/2024. കുറഞ്ഞ ദിവസങ്ങൾ 21 ദിവസമുള്ളൂ അല്ലെങ്കിൽ 20 ദിവസമുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ എലിജിബിലിറ്റി ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ ഏജ് ലിമിറ്റ് ഇതൊക്കെ ആണെങ്കിലും 30/9/2024 പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡേറ്റിലേക്ക് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രഷറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അത്യാവശ്യം നല്ല സ്കെയിലിൽ സാലറിയും കിട്ടും, പിന്നെ ഒട്ടനവധി ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് HURL എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണാം. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല. ഇത് നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ആക്റ്റീവ് ആക്കും. ആ സമയത്ത് വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന കൊടുത്ത ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് പോകും. അത് വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ GeoCLH Land എന്നുള്ള വാട്സപ്പ് ടീം ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കാവുന്നതാണ്. താങ്ക് യു.